ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഒരു പെരുന്നാളിൻ്റെ വ്ളോഗായിരുന്നു കേട്ടോ. പെരുന്നാളിൻ്റെ തലേ ദിവസം പിന്നെ അതുപോലെ തന്നെ പെരുന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ലേറ്റായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇക്ക് വന്ന നെക്സ്റ്റ് ഡേയിൽ ചെറിയ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. വാവാച്ചിക്കുട്ടിക്കൊക്കെ ഒന്ന് ഇനൂസിനും കുറച്ച് ഡ്രസ്സ് മീൻസ് ഷർട്ട് ടീഷർട്ട്സൊക്കെ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ എടുത്ത് വന്നതിന് ശേഷം നോമ്പറന്നതിന് ശേഷമാണ് പിന്നെ പെരുന്നാരാവാന്നുള്ളത് മനസ്സിലായത്. ആ മാസം കണ്ടത് പള്ളിയിലും വിളിച്ചു വന്ന് പിന്നെ ന്യൂസിലൊക്കെ കണ്ടിട്ടോ. അപ്പോൾ നമ്മൾ വേഗം ലൈറ്റ്സൊക്കെ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാ കൊല്ലം പെരുന്നാൾക്ക് നമ്മൾ ലൈറ്റ്സൊക്കെ ഓൺ ആക്കും, പിന്നെ അതുപോലെ മെഹന്തിയുടെ അങ്ങനത്തെ ഒക്കെ ചെയ്യും. പക്ഷേ ഇപ്രാവശ്യമൊക്കെ പെട്ടെന്ന് അങ്ങനെ ഹരിബറായിട്ടോ. ഞങ്ങളൊക്കെ വീട്ടിൽ അങ്ങനെ തന്നെ ചെയ്യുന്നു. പിന്നെ നമ്മൾ പിതൃസക്കാത്തിൻ്റെ അരി കൊടുക്കാൻ വേണ്ടി അതൊക്കെ അളന്ന് റെഡിയാക്കി മാറ്റി വെച്ചിട്ട് ഓരോരുത്തർ വരും. പിന്നെ വാവാച്ചിക്കുട്ടി ഇങ്ങനെ പറഞ്ഞിരുന്നു പടക്കം മേടിക്കണം, എന്തായാലും പടക്കം പൊട്ടിക്കണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ പടക്കമൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ പെരുന്നാൾക്ക് എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മളെ ബാബിൻ്റെ ഇക്കാക്ക മാത്രമല്ലാത്തുള്ളൂ കേട്ടോ. ബാക്കി ബാബൻ 4 മക്കളും ഇക്കും എല്ലാവരും കൂടി വന്നപ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അപ്പോൾ മക്കളൊക്കെ കൂടിയിട്ട് കുറേ കാലത്തിന് ശേഷം കുറച്ച് മീൻസ് മക്കളെല്ലാവരും കൂടിയിട്ടുള്ള ഇക്കുണ്ടായിരുന്നു. കഴിഞ്ഞ പെരുന്നാൾക്ക് ഇക്കുണ്ടായിരുന്നു, മുന്നത്തേനൊക്കെ ഇക്കുണ്ടല്ലോ. പിന്നെ മക്കളൊക്കെ കൂടി ഒരുമിച്ച് കുറച്ചായിട്ടാണ് ഇപ്പോൾ പെരുന്നാൾ കൂടി. അപ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പടക്കങ്ങളൊക്കെ മേടിച്ചു കൊടുത്തിട്ട് എല്ലാവരും കൂടി അങ്ങനെ പൊട്ടിക്കൊക്കെ ചെയ്തിട്ട് നല്ല കളർഫുള്ളാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പെരുന്നാളൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലുള്ള എല്ലാവരും ഒത്തൊരുമിക്ക് ഭയങ്കര രസമാണല്ലോ അല്ലേ. നമ്മളെ വീട്ടിൽ കഴിഞ്ഞ പെരുന്നാൾക്ക് വലിയ രസം ഉണ്ടായിരുന്നു, പക്ഷേ വെച്ചാൽ അക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഇതിന്. പക്ഷേ ഈ പെരുന്നാൾക്ക് നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു കേട്ടോ. പിന്നെ വീഡിയോസ് ഞാൻ ഇടാൻ എന്താ ലേറ്റ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിപ്പ് പോയതിൻ്റെ വീഡിയോ പോസ്റ്റും അതുപോലെ തന്നെ സ്റ്റാറ്റസ് ഒക്കെ ഒരുപാട് പേര് ട്രിപ്പിൻ്റെ വീഡിയോസ് ഉണ്ടോ പിന്നെ ഫസ്റ്റ് അത് പോസ്റ്റ് ചെയ്തു. അതുകൊണ്ടാണ് കേട്ടോ ഇത് പോസ്റ്റ് ചെയ്യാൻ ലേറ്റായി പോയത്. ലേറ്റായി വന്നാൽ ലേറ്റസ്റ്റായി വരും എന്ന് പറഞ്ഞ പോലെ ലേറ്റ് ആയിട്ടുള്ള ഒരു ഇതിൻ്റെ വ്ളോഗാണ് പോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നെൽച്ചക്രം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒക്കെ സംഭവമൊക്കെ നല്ല രസമാണ്. പക്ഷേ ചില സമയത്ത് ഇത് പൊട്ടിത്തെറിക്കുമല്ലോ. അപ്പോൾ എനിക്ക് കുറച്ച് പേടിയിട്ടാണ്, കാരണം കുറച്ച് വിട്ടെന്ന് ഇതാക്കുകയാണ്. പിന്നെ പൂത്തിരി എല്ലാവരും കൂടി ഒരുമിച്ച് പൂത്തിരി കത്തിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട്. പിന്നെ പെട്ടെന്ന് പെരുന്നാളായപ്പോൾ നമ്മൾ ശരിക്കും വിചാരിച്ച് വ്യാഴാഴ്ച ഇരിക്കും ഫസ്റ്റ് പെരുന്നാളെന്ന്. പക്ഷെ ബുധനാഴ്ച തന്നെ ആയല്ലോ. വേഗം മാസം കണ്ട് അതൊക്കെ 29 ദിവസം നമുക്ക് കിട്ടിയുള്ളൂ. എന്നാലും എന്താ പറയുക, ആ ഹറിബറിൻ്റെത് കാരണം കുറച്ച് ഒരുക്കങ്ങളൊക്കെ ഇതായിട്ടോ. പിന്നെ ലേറ്റായി, നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ വേഗം എല്ലാവരും പടക്കമൊക്കെ പൊട്ടിച്ച് പൊട്ടിക്കലും ഇതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ചിപ്പൂന് മെഹന്തി ഇട്ട് കൊടുത്തിട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ മെഹന്തി ഇട്ടില്ല, സ്റ്റെൻസിൽ വെച്ചിട്ടൊന്നും ഇട്ടു, പക്ഷേ വേഗം അത് ഊരിപ്പോന്നു കേട്ടോ. അങ്ങനെ ചിപ്പൂന് മെഹന്തി ഇട്ട് കൊടുക്കുകയാണ്. പെരുന്നാളായി കഴിഞ്ഞാൽ മെഹന്തി ഇട്ടുള്ള ഒരു പ്രത്യേക രസമുള്ള കാര്യമല്ലേ. എനിക്കാണെങ്കിൽ നല്ല ഇഷ്ടമുണ്ട് മെഹന്തി. എനിക്ക് ഇടുന്നതും ഇഷ്ടമാണ്, ഇട്ട് കൊടുക്കുന്നതും. എനിക്കൊരാൾ ഇട്ടൊരു ഇഷ്ടമാട്ടോ, പക്ഷേ എനിക്കിതുവരായിട്ട് ആരും മെഹന്തി ഇട്ട് തന്നിട്ടില്ല. അങ്ങനെ ഇതാ ചിപ്പൂൻ്റെ കയ്യിലൊക്കെ മെഹന്തി ഒക്കെ ഇട്ട് ചെറിയ പോസ്റ്റും റീലൊക്കെ എടുത്ത് സെറ്റായിട്ട് പിന്നെ നമ്മൾ എല്ലാവരും കിടന്ന് ഉറങ്ങിയിട്ടോ അന്നത്തെ ദിവസം.
നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ഇക്കു പള്ളിയിൽ പോകാൻ വേണ്ടി റെഡിയാണ്. മക്കളൊക്കെ വേഗം പോയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും പള്ളിയിലൊക്കെ പോയി വന്നതിന് ശേഷം പിന്നെ നമ്മൾ നല്ല ചിക്കൻ കറിയും പുട്ടുമായിരുന്നു കേട്ടോ. പിന്നെ പപ്പടമൊക്കെ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒക്കെ ഞാൻ ചെറിയ ചെറിയ രീതിയിൽ ഷോർട്സാക്കി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ ഹരിബറിയായിട്ട് വീഡിയോസൊന്നും അങ്ങനെ കാര്യമായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും നമ്മൾ പണികളൊക്കെ കഴിഞ്ഞ ശേഷം വേഗം കുളിച്ച് റെഡി ആയിട്ട് പിന്നെ എന്താ നമ്മൾ കുറച്ച് റീൽസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഒരുപാട് പേരിൻ്റെ സൽവാർ എൻക്വയറി ചെയ്തിരുന്നു കേട്ടോ. എവിടെ നിന്നാണെന്നുള്ളതൊക്കെ ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്ത സൽവാറാണെങ്കിൽ ലിങ്ക് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റയിൽ പിന്നെ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈറ്റ് ഗ്രീൻ സൽവാർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ലൈറ്റ് ഗ്രീൻ ഒരു കളറ്. അങ്ങനെ ഇതാ നമ്മൾ വീഡിയോസൊക്കെ ഇൻസ്റ്റയിലേക്കും റീൽസൊക്കെ ആയിട്ടുള്ള വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഫാമിലി ഫോട്ടോസും കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കുകയായിരുന്നു പുറത്തിറങ്ങിയിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ എല്ലാവരും കൂടി ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഈദ് മുബാറക്ക് പറഞ്ഞ് പിന്നെ എല്ലാവരും കൂടി നമ്മൾ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കൽ കഴിഞ്ഞ് പിന്നെ ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ സാധാ ചോറുണ്ടാക്കിയിട്ടുണ്ടോ, നല്ല ചൂടല്ല. അപ്പോൾ സാധാ ചോറും അതുപോലെ തന്നെ നല്ല സ്രാവ് പൊരിച്ചതും അതിന് അവിയലും ഉപ്പേരി അങ്ങനെ കുറേ ഐറ്റംസൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ബാവാച്ചിക്കുട്ടിൻ്റെ വീഡിയോസ് റീൽസൊക്കെ വളരെ കുറവായിട്ടെടുത്ത് ചില സമയത്ത് നല്ല ഇഷ്ടം മൂടാണ്. അപ്പോൾ നല്ല വീഡിയോസ് എടുക്കാൻ വരും, ചില സമയത്ത് തീരെ ഇഷ്ടമില്ല. അപ്പോൾ അങ്ങനെ വരില്ല. അങ്ങനെ ഫോട്ടോ വീഡിയോസൊക്കെ ബാവാച്ചിക്കുട്ടിനെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നേരെ ഇക്കുൻ്റെ സിസ്റ്റേഴ്സിൻ്റെ വീട്ടിലൊക്കെ പെങ്ങന്മാരുടെ വീട്ടിലൊക്കെ പോയി അവിടുന്ന് പിന്നെ നേരെ പട്ടാമ്പി പോവാണ് കേട്ടോ. പപ്പനും ഉമ്മനെയും കാണാൻ വേണ്ടിയിട്ട്. പപ്പനെ ഓൾറെഡി ഇക്കു ദുബായിൽ നിന്ന് വന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഉമ്മനെ കണ്ടിട്ടില്ല. അങ്ങനെ അവരെ കാണാൻ പോയി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മളത് അവിടുന്ന് തിരിച്ചു പോരാണ് കേട്ടോ. അവരോടൊക്കെ ഈദ് മുബാറക്കൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ചു പോന്നു കേട്ടോ. അങ്ങനെ പിന്നെ തിരിച്ചു വന്നതിന് ശേഷം നെക്സ്റ്റ് ഡേയിലാണ് പിന്നെ നമ്മൾ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈദിൻ്റെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്രയുള്ള വ്ളോഗ് കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.